ഒക്ടോബർ 3 ദിവസം 1 ശൈലപുത്രി ദേവിക്ക് സമർപ്പിക്കപ്പെട്ടതാണ്. ദേവി പാർവതിയുടെ അവതാരമാണ്. ദിവസത്തെ വർണ്ണം മഞ്ഞയാണ്. മഞ്ഞ നിറം സന്തോഷം, വെളിച്ചം, ഊർജം എന്നിവയെ സൂചിപ്പിക്കുന്നു. ഒക്ടോബർ 4 രണ്ടാം ദിവസം ബ്രഹ്മചാരിണി ദേവിക്ക് സമർപ്പിക്കപ്പെട്ടതാണ്. ഈ രൂപത്തിൽ പരമശിവന് ഭക്തായി ലഭിക്കാൻ ദേവി കഠിനമായി തപസ് ചെയ്തു. ദിവസത്തെ വർണ്ണം പച്ചയാണ്. പച്ച നിറം വളർച്ചയെയും സമാധാനത്തെയും നവീകരണത്തെയും പ്രതിനിധീകരിക്കുന്നു. ഒക്ടോബർ 5 മൂന്നാം ദിവസം ഈ ദിവസം ചന്ദ്രകണ്ഠ ദേവിക്ക് സമർപ്പിച്ചിരിക്കുന്നു. ദിവസത്തെ വർണ്ണം ചാരനിറമാണ്. ചാരനിറം സന്തുലിതാവസ്ഥയും തെറ്റായ പോരാട്ടത്തെയും പ്രതീകപ്പെടുത്തുന്നു. ഒക്ടോബർ 6 നാലാം ദിവസം കുഷ്മാണ്ഡ ദേവിക്ക് സമർപ്പിക്കുന്നു. ദേവിയുടെ പുഞ്ചിരി കൊണ്ട് പ്രപഞ്ചം സൃഷ്ടിച്ചതായി അറിയപ്പെടുന്നു. ദിവസത്തെ വർണ്ണം ഓറഞ്ചാണ്. ഓറഞ്ച് നിറം ഊഷ്മളത, സന്തോഷം, ഊർജം എന്നിവയെ സൂചിപ്പിക്കുന്നു. ഒക്ടോബർ 7 അഞ്ചാം ദിവസം സ്കന്ദമാതാ ദേവിക്ക് സമർപ്പിച്ചിരിക്കുന്നു. ദേവി മാതൃസ്നേഹത്തെ പ്രതിനിധീകരിക്കുന്നു. ദിവസത്തെ വർണ്ണം വെള്ളയാണ്. വെളുത്ത നിറം ശുദ്ധത, സമാധാനം, ശാന്തത എന്നിവയെ പ്രതിനിധീകരിക്കുന്നു. ഒക്ടോബർ 8 ആറാം ദിവസം കാർത്യായനി ദേവിക്ക് സമർപ്പിച്ചിരിക്കുന്നു. ഗ്രന്ഥങ്ങൾ പ്രകാരം ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ എന്നിവർ തങ്ങളുടെ ഊർജ്ജം സംയോജിപ്പിച്ച് മഹിഷാസുരൻ എന്ന അസുരനെ വധിച്ച കാർത്യായനി ദേവിയെ സൃഷ്ടിച്ചു. ദേവിയെ മഹിഷാസുരമർദ്ദിനി എന്നും വിളിക്കുന്നു. ദിവസത്തെ വർണ്ണം ചുവപ്പാണ്. ചുവപ്പ് അഭിനിവേശം, ധൈര്യം, ശക്തി എന്നിവയെ സൂചിപ്പിക്കുന്നു. ഒക്ടോബർ 9 ഏഴാം ദിവസം കാളരാത്രി ദേവിക്ക് സമർപ്പിച്ചിരിക്കുന്നു. ദുർഗാദേവിയുടെ ഏറ്റവും ഉഗ്രമായ രൂപമാണ്. ദിവസത്തെ വർണ്ണം നീലയാണ്. നീലനിറം ശക്തി, സംരക്ഷണം, നാശം എന്നിവയെ പ്രതിനിധീകരിക്കുന്നു. ഒക്ടോബർ 10 എട്ടാം ദിവസം മഹാഗൗരി ദേവിക്ക് സമർപ്പിക്കപ്പെട്ടിരിക്കുന്നു. ദൈവത്തിന്റെ ഭക്തരുടെ എല്ലാ ആഗ്രഹങ്ങളും നിറവേറ്റുന്നു. ദിവസത്തെ വർണ്ണം പിങ്ക് നിറമാണ്. പിങ്ക് നിറം പ്രതീക്ഷ, അനുകമ്പ, ഐക്യം എന്നിവയുടെ പ്രതീകമാണ്. ഒക്ടോബർ 11 ഒമ്പതാം ദിവസം ഈ ദിവസം സിദ്ധിദാത്രി ദേവിക്ക് സമർപ്പിച്ചിരിക്കുന്നു. ദേവി തന്റെ ഭക്തർക്ക് മഹത്തായ അറിവ് പകർന്നു നൽകുന്നു. ദിവസത്തെ നിറം പർപ്പിൾ നിറമാണ്. പർപ്പിൾ നിറം ആത്മീയത, അഭിലാഷം, ദൈവിക ഊർജം എന്നിവയെ പ്രതിനിധീകരിക്കുന്നു.